നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്ന ഒരാളെ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകൾ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചടക്കും. മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടെ വീണ്ടും ആ വാക്യങ്ങൾ മുഴുവൻ വായിച്ചാട്ട്. ഒരിക്കൽ കൂടെ വലിയവനായിരിക്കും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ദൈവത്തിൻ്റെ ഈ വചനം മാറ്റപ്പെടത്തില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തിന്മേൽ കരങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞാട്ട് ഇതെൻ്റെ ജീവിതത്തിൽ കൂടെ സംഭവിക്കും. യെസ്, യെസ്. Glorious my Father, we thank you. My Master, we thank you. Glorious my Father, we thank you. Thank you. 17 മുതൽ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ നമുക്ക് വളരെ താല്പര്യമുണ്ട്. 17 മുതലുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ 15-ാമത്തെ വാക്യം മുതലുള്ളത് നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. 15-ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ കൂടെ ചെയ്യുന്നില്ല എങ്കിൽ 17-ാമത്തെ വാക്യത്തിന് യാതൊരു അർത്ഥവുമില്ല. 15-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, അവിടെ പറയപ്പെടുന്ന വേർഡ് പ്രകാരമാണ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഈ പറയപ്പെടുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, എന്നെയും നിങ്ങളെ എന്തിനു വേണ്ടി വേർപ്പെടുത്തി വെച്ചിരിക്കുന്നുവോ ആ വേർപ്പെടുത്തി വെച്ചിരിക്കുന്നത് എൻ്റെ നിങ്ങളുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വെറുതെ വന്ന് ആരാധിപ്പാനല്ല. എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ അത്ഭുതങ്ങളെ ഘോഷിക്കുവാനാ. അതുകൊണ്ട് ഈ കാര്യം നടക്കണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഈ കഴിഞ്ഞ നാളുകൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ ഒരു വ്യക്തിയോടെങ്കിലും ഒരു ദിവസം സുവിശേഷം പറയുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങൾ കാണണമെങ്കിൽ വെറുതെ കാണുവാൻ സാധ്യമല്ല. ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനമാണ് ദൈവിക കരങ്ങൾ വെളിപ്പെടുത്തുന്നത് എങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു എന്ന കമാൻഡ്മെന്റ്. അത്ഭുതങ്ങൾ വെളിപ്പെടേണ്ടത് അത്ഭുതങ്ങൾ വെളിപ്പെടുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ദൈവം തൻ്റെ ദൈവം നമ്മെ അയച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായിരിക്കുന്ന വെളിപ്പാടാണ്. വായിച്ചാട്ടോ വീണ്ടും അതിൻ്റെ 19-20 വാക്യം. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ട്. വേഴ്സ് 19 and 20. ദൈവത്തിന്റെ വലതു ഭാഗത്തിരുന്നു അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ശ്രദ്ധിക്കുക, അവർ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവരോടുകൂടെ ഇരുന്നു. ദൈവം അവരെ ഏൽപ്പിച്ചു വേല ചെയ്ത സമയം മുതലാണോ ദൈവം അവരോടുകൂടെ ആകുവാൻ പോകുന്നത്? കർത്താവ് അവരോടുകൂടെ ഇരുന്നു. എന്ത് ചെയ്തെന്നാ പറയുന്നേ? അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ് ഇതാണ്. നമ്മിൽ കൂടെ വീര്യപ്രവൃത്തി വെളിപ്പെടുന്നുവെങ്കിൽ, നമ്മിൽ കൂടെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നുവെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്നത് ദൈവം നമ്മെ അയച്ചു എന്നുള്ളതിൻ്റെ വചനത്തിൻ്റെ നിവർത്തീകരണമാണ്. ദൈവം എന്നെ അയച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. ദൈവം എന്നെ അയച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യം എനിക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ രണ്ടാമത്തത് നമ്മൾ കൂടെ നടക്കത്തില്ല. അതുകൊണ്ട് ഒരു തീരുമാനം ഇന്ന് എടുക്കേണ്ടത് ഇതാണ്, ദൈവം എന്നെ എന്തിനു വേണ്ടി അയച്ചുവോ കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞാൻ ഇതാ ഒരുക്കമാണ്. അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ താഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, ഈ അത്ഭുതം നടക്കണമെങ്കിൽ ദൈവം ചില വ്യവസ്ഥകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ പറയപ്പെടുന്ന വ്യവസ്ഥ ഇതാണ്, ഇത് കൃപായുഗമാണ്, കൃപായുഗത്തിൽ എന്തും ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കും. എങ്കിലും വേദപുസ്തകം പറയപ്പെടുന്ന ഒരു ഭാഗം ഇതാണ്. അവിടെ പറയപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ആ ഭാഗം ഇപ്രകാരമാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ദൈവത്തിന്റെ കരങ്ങൾ ജീവിതത്തിൽ കാണണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന രണ്ടാമത്തെ വിഷയമാണ്, കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്തവരെ സ്നാനപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. സ്നാനം എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുവാനുള്ളതല്ല. സ്നാനം എന്ന് പറയുന്നത് ലോകത്തിന് മുൻപാകെ, ദൈവത്തിന് മുൻപാകെ ഞാനൊരു സാക്ഷ്യം വെളിപ്പെടുത്തുക. എന്തുവാ ഞാൻ പറയുന്ന സാക്ഷ്യം? ലോകത്തെ ഞാൻ വിട്ടേച്ച്
ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുവാൻ തീരുമാനിക്കുന്നു. ദൈവ പൈതലായിട്ട് മുൻപോട്ട് കടന്നു പോകുന്നു. ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒത്തിരി ഗുണമുണ്ട്. ഒന്ന്, ദുഷ്ടന്റെ മുമ്പിൽ നാം വ്യക്തമാക്കി സാക്ഷ്യം പറയുകയാണ്, ദുഷ്ടനെ എൻ്റെ ജീവിതത്തിന്മേൽ നിനക്കൊരു അവകാശമില്ല എന്ന്. അവിടെയാണോ ദൈവത്തിന്റെ കരങ്ങൾ കാണുവാൻ സാധിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ തീരുമാനം എടുക്കേണ്ട ഒരു തീരുമാനം എടുത്തുകൊള്ളുക. ഏത് ലെവലിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കർത്താവിനെ കണ്ടുമുട്ടി കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചു. ആ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നാം നിന്നുകൊണ്ട് ദൈവത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ ഇന്ന് നാം ചെയ്യേണ്ട ഒരു തീരുമാനം അത് മാത്രമാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. നാം ഒരല്പ നിമിഷം കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞാൻ ഒരുക്കമാ. ഈ നാളുകളിൽ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി, ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ദൈവികമായിരിക്കുന്ന പർപ്പസിന് വേണ്ടി ഇതാ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് പറയുന്നവര് എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തെ തൃക്കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു തരിക. അങ്ങയുടെ പ്രവൃത്തി. യെസ് മൈ ഫാദർ, യെസ് മൈ ഫാദർ, യെസ് മൈ ഫാദർ. Thank you Jesus, thank you, hallelujah. Yes my Father, yes my Lord, we thank you my Master. എൻ്റെ കർത്താവ്, yes my Lord, we thank you. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ വചനം നിവർത്തിക്കേണ്ടത് ഞാൻ ജാഗരിച്ചുകൊള്ളും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ യെസ്. ഓ Lord, we thank you, Lord, we thank you, Lord, we thank you. ഒരു കോഴിമുട്ടയുടെ മുകളിൽ കോഴി അടയിരുന്നു കൊണ്ട് ആ മുട്ടയ്ക്ക് വേണ്ട ചൂട് കൊടുത്ത് അതിനെ തക്ക സമയത്ത് വിരിയിക്കുന്നത് പോലെ ദൈവത്തിന്റെ യെസ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളിൽ ദൈവം വെളിപ്പെടുത്തപ്പെട്ടതായിരിക്കും ദൈവികമായിരിക്കുന്ന കരങ്ങൾ നിങ്ങൾ കൂടെ വിരിയിക്കുവാൻ പോകുക. യെസ് മൈ ഫാദർ, യെസ് മൈ ഫാദർ, യെസ് മൈ ഫാദർ, യെസ് മൈ യെസ്. താങ്ക് യു മൈ ജീസസ്. ഓ